ചില നേതാക്കൾക്ക് എത്ര സ്ഥാനമാനങ്ങൾ കിട്ടിയാലും ഒട്ടും മതി വരില്ല. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഐഷ പോറ്റി കാണിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. 3 ടേം MLA ആയി വിജയിച്ചു കൊട്ടാരക്കരയിൽ നിന്ന്. അത് പറയുന്നത് തന്നെ മാടമ്പിയെ പൂട്ടിയ മാടപ്രാവെന്നാണ് ഐഷ പോറ്റിയുടെ വിശേഷണം തന്നെ. കേരള ബാർ കൗൺസിൽ അംഗത്വം, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 4-ാം കുറിയും 3-ാം കുറിയും, അതായത് 4-ാം കുറി MLA ആയി മത്സരിക്കാൻ കഴിഞ്ഞില്ല. 3-ാം കുറി ജയിച്ചപ്പോൾ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ മന്ത്രിയായില്ല. ഇതൊക്കെ പാർട്ടിയുടെ ഘടനയുടെ ഭാഗമാണ്. ഇത്രയധികം സ്ഥാനമാനങ്ങൾ, ഇപ്പോഴും ആ സ്ഥാനമാനങ്ങൾ വഹിച്ചതിൽ നിന്നുള്ള പെൻഷനൊക്കെ ഐഷ പോറ്റി പറ്റുന്നുണ്ടാകും. പക്ഷേ അത് വേണ്ട എന്നുകൂടി എഴുതി കൊടുക്കാൻ ഐഷ പോറ്റി പറയണം. ആ സ്ഥാനമാനങ്ങൾ വഹിച്ചതിലൂടെ അവർക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ കൂടി എനിക്ക് വേണ്ട എന്ന് എഴുതി കൊടുത്തിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോകുന്നതായിരുന്നു ഏറ്റവും ഉചിതം. എന്നിട്ട് അവിടെ നിന്ന് ജയിക്കുകയും ആ സ്ഥാനത്തേക്കൊക്കെ തിരിച്ചു വന്നു നിന്നിട്ട് ഞാനിതാ നിങ്ങളില്ലെങ്കിലും ഞാൻ വിജയിക്കും എന്ന് കാണിച്ചു കൊടുക്കുന്നതൊക്കെ ഒരു അന്തസ്, അഭിമാനം എന്നൊക്കെ പറയാം. രാഷ്ട്രീയമായ അടിമത്തത്തെക്കുറിച്ചൊക്കെ ഐഷ പോറ്റി കഴിഞ്ഞ ദിവസം വാചാലയാകുന്നത് കണ്ടിരുന്നു. ഒരു അടിമത്തവും ഈ പാർട്ടിയിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഐഷ പോറ്റിയേക്കാൾ എത്രയോ സമുന്നതയായ നേതാവാണ്, അല്ലെങ്കിൽ സമുന്നതമായ സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ് KK ശൈലജ. അവർക്ക് 2ാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനം കിട്ടിയോ? അവർ വല്ലപ്പോഴും ഒരു പ്രസ്താവന ഇറക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലും പറയുന്നത് കൊണ്ട്, സാമൂഹിക പ്രസക്തമായ വിഷയങ്ങളിൽ എന്തെങ്കിലും ഇടപെടുന്നത് കൊണ്ട് അവരുടെ വാക്കും, അല്ലെങ്കിൽ അവരിങ്ങനെ ഉണ്ട് എന്ന് അറിയുന്നു. മറ്റ് പാർട്ടി കൊടുത്ത സ്ഥാനത്ത് പാർട്ടി ഏൽപ്പിച്ച ചുമതലയാണ് അവർ വഹിക്കുന്നത്. VS സുനിൽകുമാർ എന്നൊരു CPI മന്ത്രി ഉണ്ടായിരുന്നു. C രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞ വേറൊരു CPM മന്ത്രി ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നറിയുന്നത് അവരുടെ നല്ല ജീവിതത്തിൽ നിന്നും നല്ല പെരുമാറ്റത്തിൽ നിന്നുമാണ്. ഐഷ പോറ്റിക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തു, 4-ാം തവണ മത്സരിക്കാൻ അവസരം കൊടുക്കാത്തത് കൊണ്ട് ഒരു ഇഷ്ടക്കേട് പാർട്ടിയോടുണ്ടായി. എന്നിട്ട് പാർട്ടിയെ തള്ളിപ്പറഞ്ഞു, പാർട്ടിയിൽ നിന്ന് അകന്നു മാറി പ്രവർത്തിച്ചു. 3 ദിവസം മുമ്പും KN ബാലഗോപാൽ അവരുടെ വീട്ടിൽ പോയിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ക്ഷണിക്കാനാണ് പോയത്. അപ്പോഴും പാർട്ടി വിടുന്ന കാര്യമോ അല്ലെങ്കിൽ ഇഷ്ടക്കേടോ അവർ കാണിച്ചിരുന്നില്ല. എന്നിട്ട് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അവര് കോൺഗ്രസിന്റെ സമരവേദിയിൽ വന്ന് കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിക്കുന്നു. കൊട്ടാരക്കര KN ബാലഗോപാലിനെതിരെ തന്നെ മത്സരിക്കുമെന്ന് പൊതുവെയുള്ള പ്രചാരണം അഴിച്ചുവിടുന്നു. അവരായിരിക്കില്ല പ്രചാരണത്തിന്റെ പിന്നിൽ, മറ്റാരെങ്കിലും ആയിരിക്കാം. ഏതായാലും ഐഷ പോറ്റി ഒരു കാര്യം ചെയ്യണം. CPM-ന്റെയും ഇടതുമുന്നണിയുടെയും വോട്ട് നേടി, അല്ലെങ്കിൽ അവരുടെ പേരിൽ വഹിച്ച സ്ഥാനമാനങ്ങളുടെ പെൻഷൻ തുകയും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ ആനുകൂല്യങ്ങളൊക്കെ വേണ്ട എന്ന് എഴുതി കൊടുക്കും.